ഓർമ്മിച്ചു. ഒരു കൃതി സംഘപ്പലകയിൽ വെച്ചപ്പോൾ അത് താണുപോയെന്നും വേറൊരു കൃതി താണുപോകാതെ നിലനിന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കൃതിയെ കുറിച്ച് ഔവയ്യാരെന്നോ അമ്മൂമ്മ പറഞ്ഞത് കടുകൈ തുളയ്ത്ത് 7 കടലൈ തനിത്ത കുഴൽ എന്നാണ് തിരുക്കുറളിനെ കുറിച്ച്. അങ്ങനെ വിധിക്കാൻ ഒരു സമിതി അന്നുണ്ടായി. അതുപോലെ വിധിക്കാൻ ഒരു സമിതി ഇന്നുണ്ടെങ്കിൽ അത് 100 വർഷത്തിന്റെ സ്നായുബലമുള്ള സമസ്ത കേരള സാഹിത്യ പരിഷത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമാന്യന്മാരല്ല ഇത് സ്ഥാപിച്ചത്, ഇതുവരെ എത്തിച്ചത്. ഞാൻ പറക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് 1927 ഞാൻ തപ്പി നോക്കിയപ്പോൾ 30-31 ചില പരിഷത്ത് സമ്മേളനങ്ങളുടെ റിപ്പോർട്ടുകൾ എന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. 31 ഒരു റിപ്പോർട്ടിൽ ഉള്ളൂരിന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ട്. അതില് സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് എൻ്റെ ശ്രീമതി മാലതിയുടെ ഒരു അപ്പൂപ്പനാണ്, മധ്യവോട്ട് നാരായണപിള്ള. അദ്ദേഹവും കവിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. 31 ചങ്ങമ്പുഴ പോലും പുതിയ കവിയായി രംഗത്ത് വരാതിരുന്ന ഘട്ടത്തിൽ മലയാളത്തിന് നാദമുണ്ടാക്കി കൊടുത്ത, മലയാളത്തിന് അന്തർബലമുണ്ടാക്കി കൊടുത്ത, മലയാളത്തിന് വചനശക്തി കൊടുത്ത ഒന്നാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. ഭാഷ ഇച്ഛ നടന്നു തുടങ്ങി എന്നൊക്കെ പറയാവുന്നതാണ്. നമുക്കന്ന് ഐക്യ കേരളം ഉണ്ടായില്ല. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഒക്കെ അപ്പോഴും ഒരു ഏക കേരള ബോധം, ഏകഭാഷാബോധം, അത് സഹസ്രാബ്ദമായി തുറന്നു വന്ന ഒരു ബോധമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മളിവിടെ നിൽക്കുന്നത് കൊച്ചിയിലാണ്. ഇതിനടുത്താണ് തൃക്കണാമതിലകം എന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെ വരുമ്പോഴെല്ലാം ഓർത്തു പോകുന്ന 2 ഇടങ്ങളുണ്ട്. ഒന്ന് പെരിയാർതീരം കാലടി, മറ്റൊന്ന് തൃക്കണാമതിലകം. തൃക്കണാമതിലകത്തൊരു കോട്ടയിൽ ഇരുന്നിട്ടാണ് ഉണവായിക്കൊട്ടത്ത് അരച്ചു തുറന്നിരുന്ന കുടക്കോച്ചേരൽ ഇളങ്കോവടികൾക്ക് എന്നാണ് ചിലപ്പതികാരം ആരംഭിക്കുന്നത്. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികൾ എന്ന് പറയുന്ന ചേരരാജാവിന്റെ ഇളയം ആണെങ്കിൽ, അദ്ദേഹം എഴുതിയ ഇവിടുത്തെ ഭാഷയാണെങ്കിൽ മലയാളത്തിന്റെ ആഴം ചിലപ്പതികാരത്തിനും അപ്പുറത്തുണ്ട്. മലയാളം ഉദ്ഭവിച്ചത് 10-ാം നൂറ്റാണ്ടിലൊന്നുമല്ല. ചിലപ്പതികാരം ഉണ്ടായ 1-ാം നൂറ്റാണ്ടിന് മുമ്പ് മുതൽ നമുക്ക് നാവുണ്ടായിരുന്നു. മലയാള മണ്ണിന് നാവുണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, പുഷ്പമുണ്ടായിരുന്നു, രാഗമുണ്ടായിരുന്നു, താളമുണ്ടായിരുന്നു, ശാസ്ത്രമുണ്ടായിരുന്നു, ദർശനം. അത്രയും ഉള്ളൊരു അകം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അബോധത്തിലെങ്കിലും ഉണർന്നു വരുന്നുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ 2000-ലധികം വർഷങ്ങൾ ഉണർന്നു വരും എന്ന് ഞാൻ കേൾക്കുന്നു. ഒരു വാക്കിന് 10,000-കണക്കിന് വർഷത്തിന്റെ ദൂരത്തേക്ക് നമ്മുടെ സ്മൃതിയെ എത്തിക്കാൻ കഴിയും. അത്തരം ദൂരത്തിൽ എത്തിക്കാൻ കഴിയുന്ന വാക്ക്, കാലങ്ങളെ വഹിച്ചു വരുന്ന വാക്കിപ്പോഴും മലയാളത്തിനുണ്ടെങ്കിൽ നിശ്ചയമായും മലയാളം ലോകത്തെ ഏറ്റവും ആയുർബലമുള്ള ഭാഷകളാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. മറ്റ് പക്ഷഭേദങ്ങളൊന്നും ഇല്ലാതെ ഒരു ദേശമനസ്സിന്, ഒരു സംസ്കാരത്തിന്റെ ധാര, വിവിധ ധാരകൾ അടങ്ങുന്ന ഒരു സംസ്കാരത്തെ പൂർണ്ണമായി എടുത്തുകൊണ്ട് നോക്കിയാൽ ഒരുപാട് ജനതകളുടെ ശബ്ദം ഒരുമിച്ച് ചേർന്ന ഒരു മഹാനദമായി ഈ മഹാനദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു വലിയ സംഗീതമാണ്, ഭാവസംഗീതമാണ്, സ്മൃതി സംഗീതമാണ്, ദാർശനിക സംഗീതവുമാണ്,
ജീവിതാനുഭവ സംഗീതവുമാണ്. ഒരു ഭാഷ ഒരു മഹാസംഗീതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നാദരൂപിണിയാണ്. ലിപിരൂപിണി എന്നതിനേക്കാൾ നാദരൂപിണിയാണ് ഭാഷയെന്ന് ഏത് ജന്തുവിനും അറിയാം. മലയാളി എന്നല്ല, മനുഷ്യൻ മാത്രമാണ് ലിപിരൂപത്തിൽ നാദത്തെ നിർബന്ധിച്ച് സന്നിവേശിപ്പിച്ച് കാണും. മറ്റെല്ലാവരും നാദത്തെ നാദരൂപത്തിൽ തന്നെ അനുഭവിക്കാൻ യോഗ്യതയുള്ളവരാണ്. നമുക്ക് ഇങ്ങനെ സിദ്ധിയും കൂടെ ഉണ്ട്. ലിപിയിൽ നിന്ന് നാദത്തെ ഉണർത്തിയെടുക്കുക എന്നൊരു സിദ്ധി നമുക്കുണ്ട്, ശരിയാണ്. പക്ഷെ ആ ലിപിയിൽ അടങ്ങുന്നത് കാലങ്ങളടങ്ങുന്ന ശബ്ദത്തിന്റെ സ്പന്ദമാണ്. അങ്ങനെ സഹസ്രാബ്ദങ്ങളുടെ നാദസ്പന്ദം, സമൂഹ മാനസസ്പന്ദം പൂർണ്ണമായി വഹിച്ചു വരുന്ന ഒരു ഭാഷയെ ഒരു കൊച്ചു ഭരണകൂടത്തിന് നിഷേധിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഇതൊരു ജനതയാണ്. ജനതയുണ്ടെങ്കിൽ ഈ മൊഴിയും ഉണ്ടായിരിക്കും. ജനതയ്ക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ മൊഴിയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം മലയാള മഹാസ്മൃതിയെ നിലനിർത്താനാണ് നമ്മൾ ഈ ഭാഷയിലൂടെ ശ്രമിക്കേണ്ടത് എന്ന് എനിക്ക് വിനീതമായി ഒരു അഭിപ്രായമുണ്ട്. ആ മഹാസ്മൃതി ശ്രീ ഡോക്ടർ വേണുഗോപാലൻ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട്. തീർച്ചയായും ഇവിടെ പെട്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ പരിഷത്തിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ അധ്യക്ഷ പ്രസംഗങ്ങളും നടപടികളും സമാഹരിച്ചു വച്ചാൽ അത് വിളിച്ചു പറയുന്ന ഒരു ചരിത്രമായി മാറി. വരും തലമുറയ്ക്ക് എന്നും ഇതാണ് എൻ്റെ പൈതൃകം എന്നൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ അച്ഛനും അമ്മയും കുട്ടിയെ പറയിക്കാൻ സമ്മതിക്കില്ല, ശരിയാണ്. ശ്രീ മോഹൻകുമാർ പറഞ്ഞ അനുഭവം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നുണ്ടായിരുന്നു. വേണോവൻ സാറ് എന്ന് പറയുന്ന മലയാളത്തിൽ നമുക്കൊരു വജ്ര ശബ്ദമാണ്. അദ്ദേഹത്തെ അറിയാത്തത് എന്ന നാട്ടുകാരാണ്. ഞാൻ എൻ്റെ കവിതയിൽ കൂടെ കുറച്ചൊക്കെ ഇങ്ങനെ അറിയപ്പെട്ടു പോയി എന്നാണ്. സത്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ വാസ്തവത്തിൽ തിരിച്ചറിഞ്ഞതേയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, സത്യമാണ്. എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ വേണുഗോപാലൻ ഇവിടെ പറഞ്ഞൊരു കാര്യം, ആളുകൾ നിർബന്ധിച്ചാണ് എന്നെ കൊണ്ട് കവിത പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുക. 73 ഞാൻ എഴുതിയ പുണ്യപുരാണം രാമകഥ എന്ന കവിത, എൻ്റെ കഥ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. 73 എന്ന് പറയാൻ കാരണമുണ്ട്, ആ കവിത എഴുതിയതിൽ എനിക്കൊരു ചെറിയ തിരുത്തൽ അനുഭവം ഉണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രത്യേകം ഓർമ്മിക്കുന്നത്. ഇങ്ങനെ 73 എഴുതി വെച്ചൊരു കവിത പുറത്തെടുക്കാതിരുന്നപ്പോൾ ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിൽ പേപ്പർ വാല്യുവേഷൻ വന്ന കാലഘട്ടത്തിൽ CR ഓമനക്കുട്ടൻ നിർബന്ധിച്ച അവസാനം എല്ലാ കവികളും CJ മണ്ണമ്മൂട് ഉൾപ്പെടെയുള്ള എല്ലാ കവികളും കവിത ചൊല്ലി തീർന്ന ശേഷം എന്നെ ഇനിയും പാടുമല്ലോടെ ഒന്ന് കയറി 2 വരി പാട് എന്ന് അടിച്ച് അവസാനം ആ ട്രെയിൻ പോകുന്ന ശബ്ദത്തിന്റെ ഇടയ്ക്കൂടെ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ അറിയാതെ അവിടെ നിന്ന് കാണാതെ പുണ്യപുരാണം രാമകഥ കവിത ചെയ്തു. എല്ലാവരും കേട്ടു, എല്ലാവരും കെട്ടിപ്പിടിച്ചു, എന്നെ ചിലരെടുത്തു പൊക്കി. എന്താണെന്നറിയില്ല. പിന്നെയാണ് എന്നെ നിർബന്ധിച്ച് തിരുവനന്തപുരത്തിന് ശേഷം നമ്മുടെ ഈ സുഹൃത്തുക്കൾ എല്ലാം കൂടെ നിർബന്ധിച്ച് പകർത്തി എഴുതിച്ച് അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന മാതൃകകൾ കൊടുപ്പിച്ചു. അത് കണ്ട് ഗവൺമെന്റ് MP വീരേന്ദ്രകുമാറിന് സന്തോഷം തോന്നിയത് പ്രസിദ്ധീകരിച്ചത്. അന്നാണ് വീരേന്ദ്രകുമാർ ഞാനുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായി തുടങ്ങിയത്. പക്ഷെ ഞാൻ ഒരിക്കലും എഴുതി കൊടുക്കാറില്ല, ചോദിച്ചാലും കൊടുക്കില്ല, ഊറി വന്നാലേ ഉള്ളൂ. ഇതാണ് എൻ്റെ രീതി. ഒന്നും ചോദിച്ചെടുക്കുന്നില്ല, ഒന്ന് ചോദിച്ചെടുത്ത് ശീലമില്ല. അത് വേണ്ടതാണ്. എനിക്ക് കൈവരുന്നത് വന്നത് അതാണ്. പക്ഷെ എൻ്റെ കർമ്മം ഒഴുകാൻ പറ്റുമെങ്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ഞാൻ ഒഴുകുന്നെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കാൻ ആണ് നമുക്ക് ആനന്ദം.
അങ്ങനെ ഇരിക്കലാണ്. അങ്ങനെ ചെയ്ത വാസ്തവത്തിൽ പലരും നിർബന്ധിച്ചാണ് അവസാനം എൻ്റെ കവിതകൾ ഓഡിയോ കാസറ്റ് ആക്കിയത്. ഞാൻ ചെയ്തതല്ല, പലരുടെയും നിർബന്ധവും ആവശ്യമായിരുന്നു. അങ്ങനെ ചെയ്തു വന്നപ്പോൾ വഴികേട്ടതൊക്കെ ഞാനാണ്. കാസറ്റുകൾ കവിത പാടാൻ പാടില്ല. മാതൃഭൂമി പത്രം തന്നെ അക്കാലത്ത് 6 മാസത്തോളം കവിത പാടുന്നതിനെതിരെ എഴുതിയിരുന്നു. വലിയ കവികളെല്ലാം എഴുതി. ആ കവികളെല്ലാം പിന്നീട് നല്ല സംവിധായകരെ കണ്ടുപിടിച്ച് നല്ല പാട്ടുകാരെ വെച്ച് അവരുടെ കവിത പാടിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ മിണ്ടാതെ